സന്തോഷ്, ഓക്കെ. വല്ലാത്തൊരു ആശങ്ക തോന്നുന്നു ഈ നൂതന ആചാര്യ വിഭാഗം. ഞാൻ അങ്ങനെ പറയുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂതന ആചാര്യ വിഭാഗം ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ അവർക്ക് ആചാര്യന്മാർക്ക് എന്തും ആകാം എന്നുള്ള ശരി തന്നെ. എന്നാലും അതിനെല്ലാം ഒരു ശ്രുതം വേണം. ഈ ഒരു നിത്യജീവിതത്തിലെ ആനുകാലിക കാര്യങ്ങൾ മുഴുവനും ആവശ്യം ഉണ്ടായിട്ട് അല്ലാതെ ആവശ്യമില്ലാതെ കൈകടത്തുന്നത് പോലെ തോന്നുന്നു. ഏതിലും അവർ വന്ന് തലയിടുന്നു. എന്നിട്ട് തലയിട്ടിട്ട് സന്ദേശം കൊടുക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം കൊടുത്ത് തലമുറയെ അറിവിൽ നിന്നും പിന്നോക്കം വലിക്കുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഇപ്പോ കേരളത്തിൽ ഏതാണ്ട് സമൂലമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവരാരും ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു നന്മയുടെ സന്ദേശം നൂതന ആചാര്യന്മാരെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മള് ആചാര്യന്മാരെ മൊത്തം ആക്ഷേപിക്കുന്ന പോലെ ആവരുതല്ലോ എന്ന് വിചാരിച്ച. ആചാര്യന്മാരെ ആക്ഷേപിക്കാനുള്ള അറിവൊന്നും നമുക്കില്ല. പക്ഷേ എത്ര വലിയ ആളുകളാണെങ്കിലും അവര് പറയുന്നതിനെ ആരോഗ്യകരമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അറിവുകേട് കേട്ടാൽ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടല്ലോ. അതെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഈ നൂതന ആചാര്യന്മാർ എങ്ങോട്ടാണ് യാത്ര? ആർക്കു വേണ്ടിയാണ് യാത്ര? എന്തിനു വേണ്ടിയാണ് യാത്ര? എന്തായിരിക്കും അതിന്റെ ഫലം? വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ലോകക്രമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത്. ഭാരതം അന്ധവിശ്വാസികളുടെ ഇടത്താവളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇത്തരം ആളുകൾ. ശാസ്ത്രചിന്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു ട്രാക്കാണ് ദൈവചിന്ത എന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ. ശാസ്ത്രീയത നഷ്ടപ്പെട്ട ദൈവചിന്തയാണ് ഭാരതത്തിൻ്റെതെന്ന് ചിത്രീകരിക്കുകയാണ് ഇവര്. ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും, ഒരു നിമിഷാർത്ഥം പോലും ശാസ്ത്രവിരുദ്ധതയുടെ ദൈവചിന്ത ഇല്ലല്ലോ. ഇല്ല. ശാസ്ത്രത്തിൽ നിന്ന് വിട്ടാൽ ഒരു പ്രതിഷ്ഠയും നിലനിൽക്കുകയില്ല. ശാസ്ത്രത്തിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമാകുന്നത്. ശാസ്താവിലാണ് വിലയം പ്രാപിക്കുന്നത്. ശാസ്താവിനെ അറിഞ്ഞൊരാൾക്ക് മാത്രമേ ദേവപ്രതിഷ്ഠയെ ചെയ്യുവാൻ, ദ്രവ്യപ്രതിഷ്ഠയെ ചെയ്യുവാൻ, ദ്രവ്യശുദ്ധിയെ ആടുവാൻ, ശുദ്ധി കലശങ്ങൾ ആടുവാനുള്ള യോഗ്യതയുള്ളൂ. അങ്ങനെ അല്ലാത്ത ആളുകള് ശാസ്ത്രവിശ്വാസമല്ല ദേവചിന്ത, ദൈവവിശ്വാസം ശാസ്ത്രവിശ്വാസവുമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്, തമ്മിൽ കൂട്ടിക്കെട്ടല്ലേ എന്ന് തികച്ചും അവലാതിയോട് കൂടിയിട്ട് വേവലാതിപ്പെടുന്ന, ഏതോ മതങ്ങൾക്കൊപ്പം ഓടി മുന്നിൽ എത്തുവാൻ മത്സരിക്കുന്ന അന്ധവിശ്വാസികളുടെ കൂത്തരങ്ങാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.